ഫസ്മിന സാക്കിർ ലല്ലൂബി ഇതൊരു യൂണിവേഴ്സ് സംഗതിയിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നില്ല. ആ യൂണിവേഴ്സിൻ്റെ ഭാഗമുള്ള രണ്ടാളുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഇതിനകത്ത് സഫയില്ല, മെഹനാസ് ഇല്ല, ആരുമില്ല. ഇവർ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ്. നമ്മൾ ഫസ്മിന സാക്കിർ കുറച്ച് കാലങ്ങളായിട്ട് ലല്ലൂബിയെ കുറിച്ച് കൊണ്ടുവന്ന് തെളിവടക്കം സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ലല്ലൂബി റീസെൻ്റ്ലി 1-2 ചാനൽസിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനകത്ത് ഫസ്മിനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇവൻ്റെ ഓരോ ഇൻ്റർവ്യൂവും കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഇവൻ എന്നെ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചു കൊടുത്തനാണ്. അതിൻ്റെ റെക്കോർഡ് ഞാൻ ഓൾറെഡി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആ ഇൻസിഡൻറ്റ് പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിലൊക്കെ. പക്ഷേ ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് മാറ്റമുണ്ട്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞത് കേട്ടതും ഇവൻ ഇൻ്റർവ്യൂവിൽ ഓരോ ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ആനയും അണ്ണാറക്കൊട്ടനും തമ്മിലുള്ള വ്യത്യാസം. അതായത് 2 ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് പേഴ്സണലി കേട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ എന്നോട് പറഞ്ഞതും ഞാൻ ഈ 2 ഇൻ്റർവ്യൂവിൽ കേൾക്കുന്നതും എല്ലാം കൂടിയും കണക്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവന് സംസാരിക്കാൻ അറിയില്ല, ഓക്കെ, അല്ലെങ്കിൽ ഇവൻ പറയുന്നതിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുകയാണ്. ഈ 2 വിഷയമാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ ഇവൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി തെറ്റാന്ന് ഞാൻ പറയില്ല. ഓക്കെ, 100% ഇവൻ വൃത്തികെട്ടനാണ്, അത് ഞാൻ പറയില്ല. ഇവൻ്റെ ഭാഗത്തും ശരികളുണ്ട്, ഫസ്മിനയുടെ ഭാഗത്തും ശരികളുണ്ട്, ഇവൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്, ഫസ്മിനയ്ക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ പേഴ്സണൽ ലൈഫ് എടുത്തു കൊണ്ടുവന്ന് വെച്ച് നാട്ടുകാരുടെ മുന്നിൽ അലക്കി വിടുമ്പോൾ ഞാൻ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് എന്താ പറയുക, ഇവരുടെ വീട്ടുകാർക്കൊന്നും ഈ 10, 22, 23, 24 വയസ്സുള്ള കുട്ടികളുടെ മേത്ത് ഒരു കൺട്രോളും ഇല്ല. കുട്ടികളല്ല, നോട്ട് എനിമോർ, ബട്ട് സ്റ്റിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 25, 24, 23 ഇരിക്കുമ്പോഴും നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടാവും. അതൊന്നും ഇവരുടെ വീട്ടുകാർക്കൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പാരൻറ്റിക്കൽ ഫെയിലിയർ ആയ വീട്ടുകാരാണ്. ഇത് 2 പേരും. ഇപ്പോൾ ഫസ്മീനയുടെ കേസിലാണെങ്കിലും ലല്ലൂബിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ എന്താ പറയുക ഒരു സർട്ടൻ പീരിയഡ് ഇത് ഇവരെക്കാൾ കൂടുതൽ ഇവരെ പാരൻസിനെ ഇവരെ വീട്ടുകാരെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളത് വീട്ടുകാരും ബാക്കി ആളുകളും എന്ത് ചെയ്യണം, ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് മക്കളെ, ഈ ചെറിയ കാലത്തിന് നിങ്ങൾ കല്യാണം കഴിക്കുന്നു, പ്രേമിക്കുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു, നിങ്ങൾ വേർപിരിഞ്ഞു പോകുന്നു, ആൻഡ് സ്റ്റിൽ എഗെയിൻ പാരൻസിനും വീട്ടുകാർക്കും ഫാമിലിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളും അതും അപരാധ കഥകളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ 2 പേരുടെ ഫാമിലിയും അട്ടർ ഫെയിലിയർ ആയി പോയി എന്നുള്ളത് ഇവരുടെ കേസിൽ. ഇത് പറയുമ്പോൾ ഫസ്മിനയ്ക്കും ലല്ലൂബിക്കും ഒക്കെ ഭയങ്കര സങ്കടം കാണും. ബട്ട് സ്റ്റിൽ ടൈമുണ്ട്. അവരെ കൺസിഡർ ചെയ്തിട്ടെങ്കിലും 2 പേര് പണി നിർത്തിയിട്ട് ഇപ്പോൾ ഫസ്മിനയ്ക്ക് ഓൾറെഡി ഇവൻ പോയി, ഇവനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു, ഒഴിവാക്കും ഇവനെ. ആൻഡ് ഇവന് ഫസ്മിനെ വേണ്ട, ഫസ്മിനെ ഓൾറെഡി ഇവനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു, നാട്ടുകാരുടെ മുന്നിൽ മൊത്തത്തിൽ വന്ന് ആറി. ഇനി തിരിച്ച് ഞാൻ ഫസ്മിനെ നാട്ടിക്കാൻ നടക്കുക എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിന് ക്ലാരിറ്റി കൊടുക്കാൻ അവന് പറ്റുന്നില്ല. എഗെയിൻ ഇവൻ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഈ ലല്ലൂബിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്, അത് നമുക്ക് സംസാരിക്കണം. അതേപോലെ ഫസ്മിന ഇട്ടൊരു വീഡിയോനകത്തുള്ള കുറച്ച് ക്ലാരിറ്റി. അതിന് എനിക്ക് പേഴ്സണലി ഈ ലല്ലൂബിയുടെ ഒരു റിലേറ്റീവ് അയച്ചിട്ടുള്ള കുറച്ച് വോയിസ് ഈ ലല്ലൂബിയെക്കുറിച്ച്, ഓക്കെ, ആ വ്യക്തി എനിക്ക് അയച്ച വോയിസിനകത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് ഇവൻ എന്താണ്, ഇവൻ്റെ പാസ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് ഒരുപാട് മുന്നേ മനസ്സിലായതാണ്. ഒരുപാട് മുന്നേ. ഇപ്പം എന്നോട് പലരും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നീ ലല്ലൂബിയുടെ കാര്യം കിട്ടിയിട്ട് അവനെ പറ്റങ്ങട്ട് എഴുതി തള്ളാതെ എന്നുള്ള കമൻറ്റ് ഇടാറുണ്ട്. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് ഇവൻ എന്താണെന്നുള്ളത് ഇവൻ്റെ റിലേറ്റീവ് തന്നെ എന്നോട് വന്ന് പറയുമ്പോൾ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളും ഇവൻ ഇപ്പം ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്താണോ മനസ്സിലാവുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഓൾമോസ്റ്റ് അത് കണക്റ്റ് ആവും. ഇപ്പോൾ ലല്ലൂബിയുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് നോക്കാം. പിന്നെ അവൾ എൻ്റെ ഒരു ലിപ്പിന്റെ വീഡിയോ ഇട്ടായിരുന്നു, ഞാനൊരു ബ്ലൂ ടീഷർട്ട്. അതിന് ആ റിലേഷന്റെ ടൈമില് 2025 റിലേഷന്റെ ടൈമിൽ ഇവൾക്ക് പേഴ്സണലി അയച്ചു കൊടുത്ത വീഡിയോ ആണ്. ഇവൾ ഇട്ടിട്ട് ഞാൻ വേറെ ഗേൾസിനെ അയച്ചു കൊടുത്തു, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത്. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? സ്നാപ്പിൽ ഇതേമാതിരി ഒരുപാട് ഗേൾസിനെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അവന്റെ അവീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ആ വീഡിയോ. ലൈക്ക് 2025 ജൂൺ 15 എടുത്ത വീഡിയോ ആണ്. ഫസിക്ക് അയച്ചു കൊടുത്ത വീഡിയോ ആണ്, അല്ല വേറെ ഗേൾസിന് അയച്ചു കൊടുത്തല്ല. ഞങ്ങൾ തമ്മിൽ റിലേഷനുള്ള ടൈമിൽ അവൾക്ക് അയച്ചു കൊടുത്താ. ഞങ്ങൾ തമ്മിലുള്ള ടൈമിൽ ക്യാമറ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഓക്കെ, ജൂണിലെടുത്ത വീഡിയോ ആണ്, 2050. ലൊക്കേഷൻ അടക്കുന്നുണ്ട് എറണാകുളം. ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഐഫോണിനകത്ത് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു തെളിവ് കാണിക്കുമ്പോൾ ഇത് ഫസിക്ക് അയച്ചു കൊടുത്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഫസീൻ്റെ ചാറ്റിലേക്ക് പോയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ സാധനം എടുത്ത് കാണിക്കണം. അല്ലാതെ ഗാലറിക്കകത്തുനിന്ന് ഇത് ഞാൻ എൻ്റെ ഫോൺ, അത് നീ നിൻ്റെ ഫോണിലെടുത്തതാണ്, അത് നീ നിൻ്റെ ഫോണിലെടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കും വേണേൽ അയച്ചു കൊടുക്കാമല്ലോ. ഫസ്മിനെ പറയുന്നത് ഇത് നീ വേറെ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അതല്ല, ഫസ്മിനയ്ക്കാണ് അയച്ചു കൊടുത്തതെന്നുള്ളതിൻ്റെ പ്രൂഫ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നീ ഫസ്മിനയ്ക്ക് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കണം. അല്ലാതെ നീ ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ ഡേറ്റ് കാണിക്കുമ്പോഴത്തേക്ക് അത് നീ ബാക്കിയുള്ളവർക്ക് അയച്ചതല്ല, അത് ഫസ്മിനയ്ക്ക് അയച്ചതെന്നുള്ള അതിൽ എന്ത് തെളിവ് അതിനകത്തുള്ളത്. ആൻഡ് മോർ ഓവർ ഈ ഐഫോണിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡേറ്റും ടൈമും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ അത് അൺഫോർച്ചുനേറ്റ്ലി ആങ്കർക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് ചിത്രം അത് ചോദിച്ചില്ല. ടെക്നിക്കലി അതിൻ്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കണം. എന്താണെങ്കിലും അടുത്തൊരു പോർഷനകത്ത് ഇവൻ്റെ എല്ലാ തെളിവുകളും ഇങ്ങനെയാണ്. ഇവൻ്റെ എല്ലാ തെളിവുകൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല, മനസ്സിലായില്ല. അവിടെയും ഇവിടെയും ചിന്നിച്ചെതറി കിടക്കുക. അവിടെയാണ് ഫസ്മിനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത്. ഫസ്മിന എടുത്ത വീഡിയോസ് കണ്ടിട്ട് ആളുകൾ പറയുന്നത് ഈവൻ ലോ കൂടായിപ്പാണുള്ളത്. കാരണം ഫസ്മിനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രൂഫുകൾ വെക്കുന്നതും. അപ്പോൾ സംസാരിക്കാൻ അറിയാത്ത പ്രശ്നം മനുഷ്യന്മാർക്ക് ഉണ്ടാവും. ഫസ്മിനെ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലുബി സംസാരിക്കണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ബോഡി ലാംഗ്വേജ് സേസ് അല്ലേ, ബോഡി ലാംഗ്വേജ് പറയും. നമ്മൾ ട്രൂ ആയിട്ടൊരു കാര്യം സംസാരിച്ചാൽ അത് ബോഡി ലാംഗ്വേജ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവൻ അതുമില്ല, ആ ബോഡി ലാംഗ്വേജ് ഇവന് കള്ളത്തരാണ്. മറ്റേ ആ പഴയ സിനിമയിലുണ്ടല്ലോ, നിന്നെ കണ്ട ഒരു കള്ളത്തരം ഉണ്ടല്ലോ, ആ ഒരു വശപ്പശക്ക്. ഈ സ്കീമാണ്. ഇവൻ്റെ സംസാരത്തിൽ നിന്നും ഇവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഒട്ടും ഒരു ഓക്കെ ഇവൻ കൊള്ളാം എന്നുള്ള ഫീലിംഗ് തരുന്നില്ല. ഇവൻ പറയുന്നത് സത്യമാണെന്നുള്ള ഫീലിംഗ് തരുന്നില്ല. ഇവൻ്റെ പ്രൂഫുകളിലും അതില്ല. ഭയങ്കര സംശയം. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞ മാതിരി ഞാൻ വേറെ പെൺകുട്ടികളായിട്ട് ചാറ്റിങ്, മറ്റേത് റിലേഷന്, എനിക്ക് ഒരുപാട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ റിലേഷൻ നമ്മൾ തമാശ നോക്കൂലേ, അങ്ങനെ നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. ഫസ്റ്റിയായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരായിട്ടെങ്കിലും ഇവളായിട്ട് ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ആരായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് കേട്ടോ, അവൾ ഒരുപാട് റൂം എടുത്ത് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിസിക്കലായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലും ഈ ഫുട്ടേജോ എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വരാം. ഇപ്പം പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എടാ ഈ വേറെ പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്നുള്ള ഫസ്മിനെ പറയുമ്പോൾ ഫസ്മിനയ്ക്ക് ആ പെൺകുട്ടികൾ മെസ്സേജ് അയച്ചതോ നിങ്ങൾ നമ്മളുടെ ചാറ്റോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വെച്ചിട്ടാണ് ഫസ്മിന സംസാരിക്കുന്നത്. നീ ചോദിക്കുന്നത് എന്താ, അതിലുപരി ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടന്ന് പ്ലക്കുന്നതിൻ്റെ വല്ല വീഡിയോസ് ഉണ്ടോ, ഫോട്ടോസ് ഉണ്ടോ? അതല്ല ഒളി ക്യാമറ വെച്ചിട്ട് ഫസ്മിന എൻ്റെ പിന്നാലെ നടന്നിട്ട് ഇത് സ്പൈ ക്യാമറ വെച്ചെടുക്കണം. ഈയിടെ ഇതാണ് ഇവൻ്റെ പ്രൂഫുകളൊക്കെ ഇങ്ങനെയാണ്, ഇവൻ്റെ ചോദ്യങ്ങളും ഇങ്ങനെയാണ്. യാതിലുള്ള ആളെ കഴിഞ്ഞതിന്റെ ശേഷം തൊപ്പി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വേറൊരാളുണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാന് വരുന്നത്. ഇവള് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമാണ് ഇവള് ഒരാളെ വെക്കണ കാലാവധി, മനസ്സിലായോ? പിന്നെ ഇവൾക്ക് ഞാൻ ബൈപ്പോളർ ഉണ്ട് എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിറക്കി. അപ്പൊ ഇവളായി എന്റെ മണ്ടയിലോട്ട് ഇട്ട് 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോളഞ്ചേരി ഹോസ്പിറ്റലില്. 2020 to 2022 വരെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായി. എന്നിട്ട് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവൾ കേൾക്കത്തില്ല. ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണമെന്ന് ഇപ്പൊ തന്നെ കേൾപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അല്ല, പ്രൂഫ് ഉണ്ട്. പ്രൂഫ് അല്ല, നമ്മൾ ഇപ്പൊ കോൾ ചെയ്തിട്ട് ഇല്ല. കോളഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഇതാണ് കോളഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. അവിടെ നിന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് ഇപ്പൊ അറിയാം. ഹലോ, കോളഞ്ചേരി ഹോസ്പിറ്റൽ അല്ലേ? അവിടെ നമ്മൾ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നേ. അപ്പോൾ അതിന് ആ ഡോക്ടർ ഇപ്പോൾ അവൈലബിൾ ആവണമെന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. ഹലോ, നമ്മളൊരു ബുക്കിംഗ് മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു അവിടുന്ന്. ആ ഫയൽ ഇപ്പോഴും അവിടെ ഉണ്ടോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ആ ഫോൺ നമ്പർ അറിയാം, എന്റെ നമ്പർ തന്നെയാണ്. 8593. പേര് ഫസ്മിന സാക്കിർ. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യോ? മറ്റേ ബൈക്ക് അത് ഏത് ഡേറ്റിലാ?
ഡേറ്റ് നവംബർ 19, 2022 ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ബൈപ്പോളറിന്റെ അല്ലേ? നവംബർ 7. എന്തോ ബൈപ്പോളറിന്റെ അല്ലേ? സൈക്യാട്രി ഡോക്ടർ ശ്രീജ ഡോക്ടറിനെ. ഓക്കെ ഓക്കെ. ആ ഡോക്ടർ ഇപ്പോഴും ഉണ്ടോ അവിടെ? ഉണ്ട്. അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ബുക്ക് ചെയ്യാലോ. കണ്ടോ, ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. ഗൂഗിളിൽ നമ്പർ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടാണ് ഇപ്പൊ കേൾക്കണേ. ഇതാണ് എന്റെ മണ്ണിലോട്ട് ഇട്ടേക്കണേ. കുട്ടി ഒരു ഗൂഗിളിൽ നിന്ന് ഒരു നമ്പർ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഏത് ഡോക്ടറെയാണ് ഫസ്മിനെ കാണിച്ചത്, ആ ഡോക്ടർ എന്തിൽ സ്പെഷ്യലൈസ്ഡ് ആണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ബൈപ്പോളർ അവിടെ വരുന്നത്. അത് പിന്നെ ഇത് പറയാൻ അറിയാമല്ല, അത് വോട്ട്. ഇതിലെവിടെയെങ്കിലും ആ ഫോൺ എടുത്ത ലേഡി പറഞ്ഞു അവരുടെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി എന്താണെന്ന്, അവർക്ക് എന്തിൽ നിന്നാണ് സഫർ ചെയ്യുന്നത്, എന്ത് കാരണം, എന്താണ്, വാട്ട് ഈസ് ദ ഫൈൻഡിങ്സ്, അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു? ഇല്ല, ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, അവർ പരിശോധിച്ച വർഷവും പറഞ്ഞു. ഇവൻ അങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത് ബൈപ്പോളർ ഡിസീസ് ആണോ എന്നുള്ളത്. അവരതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. ഇതാണോ നിൻ്റെ ഇപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ച തെളിവ്, പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം? അങ്ങനെയാണെങ്കിൽ നീ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നതിൻ്റെ ഒരു പ്രൂഫ്, ഒരു തെളിവ് വേറൊരാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ സമ്മതിക്കൂ? ഞാൻ ചോദിക്കുന്നത്, അത് ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ ഹിസ്റ്ററി അടക്കം കൊണ്ടുവന്ന് വെച്ചാൽ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹിയർസെ എങ്ങനെയും വെക്കാം, ഞാൻ വെക്കാം, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ വെക്കാം. ഇവൻ്റെ തന്നെ റിലേറ്റീവ് പറയുന്നത് ഇവൻ ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു. ഇവൻ എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്നുണ്ട് ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, എന്നെ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറയുമ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഓപ്പണായിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യുക പറയുമ്പോൾ എന്താ പറയുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ഡാൻസ് ആപ്പ് സെല്ലും റെഡി ആയിരിക്കണം. അങ്ങനെ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ടാണ് ഇവർ വന്ന് പറയുന്നത്. ഇവർക്കെതിരെയൊക്കെ ലഹരി ആരോപണമുണ്ട്, മനസ്സിലായില്ലേ? ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ റെഡി ആവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന മീഡിയ ഇനി മുതൽ അത് ചെയ്യണം. ഇവരൊക്കെ വിചാരം ഈ കള്ളു കുടിച്ച് 48 മണിക്കൂറിന് ശേഷം ഇത് ബ്ലഡിൽ നിന്ന് പോകണ പോലെ ഇതൊക്കെ ഉപയോഗിച്ചതാണ് പോവും. 2 ദിവസം ഉപയോഗിക്കാതിരുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് അതിനകത്ത് മാസം പറഞ്ഞ് പോയാൽ മതി. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഇതെന്ത് പ്രൂഫ്? ഒരാൾക്ക് ഭ്രാന്താന്ന് തെളിയിക്കാൻ ഇതാണോ നിൻ്റെ പ്രൂഫ്? ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അത്തും പൊത്തും ഇല്ലാതുള്ള സംസാരം. ഇതാണ് റെക്കോർഡ്, കോൾ റെക്കോർഡാണ്. ഇതിപ്പോൾ 23 ഫെബ്രുവരി ഈ വർഷം 23 ഫെബ്രുവരി കേട്ടോ, റമദാൻ്റെ ടൈമാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അന്ന് വിളിച്ചത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിക്കുന്ന ആളാണെന്ന് അതിൽ തന്നെ ഉണ്ട്. അതായത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, വെള്ളം അടിച്ചിട്ടുള്ളൂ, ഇപ്പോൾ വേറെ ഒന്നും അടിച്ചിട്ടില്ല എന്നുള്ള ഉദ്ദേശിക്കണേ. അതിനെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് എൻ്റെ ഫ്രണ്ടിനോട് തന്നെ ഇവനോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ റെക്കോർഡുണ്ട്. എന്തിനാ ഈ ഓൻ്റെ വീഡിയോ ഇങ്ങനെ ഇടണമെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയാം, മാസം വെറുതെ 1-2 ലക്ഷം റുപ്യ കിട്ടില്ലേ, അത് വെറുതെ കൊണ്ടുപോയി കളയണമെന്ന്. അതായത് എന്നെ വിറ്റ് ജീവിക്കുമ്പോൾ മാസം അവൾക്ക് 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ കിട്ടണ്ട, വെറുതെ കൊണ്ട് കളയണം. ആ പറയുന്ന റെക്കോർഡുണ്ടോ? ആ റെക്കോർഡുണ്ട്. ആ പറയുന്ന റെക്കോർഡുണ്ടോ? ഇത് 1-2 ലക്ഷം രൂപ കിട്ടുന്നതല്ലേ എന്ന് പറയുന്ന റെക്കോർഡ് കാണിച്ചതേ ഇല്ല. അതിന് മുന്നേ കാണിച്ചതിൽ ഞാൻ അടിച്ചിരിക്കുകയാണ്, മറ്റേത് അടിച്ചിട്ടില്ല. ഫസ്മിനെയാണ് പറയുന്നതെന്നുള്ള വോയിസാണ് ഇവൻ കേൾപ്പിക്കുന്നത്. എടീ, ഞാൻ എഗെയിൻ പറയുന്നു, ഇവൻ ഫസ്മിനേൻ്റെ ഒപ്പം താമസിച്ച ഒരുത്തനായിരുന്നു. ഫസ്മിനെ ആദ്യം മുതലേ ഇവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളുകളിൽ ഇതൊരു വിഷയമാവും അറിയുമ്പോൾ ഫസ്മിനെ എടുത്ത് വെച്ച പോലെ നിങ്ങൾക്ക് എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഇത് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ വീഡിയോ അതല്ലേ ചെയ്യണ്ടേ? അപ്പം അതുമില്ല. ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഓളിൻ്റെ കൂടെ വന്ന് നിൽക്കണം. അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം കാണിച്ചിരാലോ. ഞാൻ അതിൽ ചോദിക്കണ്ട് കറക്റ്റ്. വീഡിയോ ഇട്ടിട്ട് പിന്നെ കൂടെ വന്നിരിക്കണ്. എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് പിന്നെ കൂടെ വന്നിരിക്കണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം ഫുള്ള്. അവന് പറഞ്ഞു സ്ക്രിപ്റ്റ് ആയിരുന്നു ഫുൾ നോക്കിയപ്പോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് ഏതാ ഡേറ്റ് എന്ന് കൂടെ അറിയിക്കണം കേട്ടോ. ഫ്രൈഡേ. എത്രാം തീയതി? ഡിസംബർ മാസം 2025. ഈ സംഭവം ഓൾറെഡി പിന്നെ യൂട്യൂബില് ഇതിനെ കുറിച്ച് വന്നതിന്റെ ശേഷമാണ് ഓൾ രണ്ടാമത് ഇന്നെ വേണം, എന്നിട്ട് ഓളെ വേറെ രൂപത്തിൽ ഇതാക്കി. ഞാൻ ഡിസംബർ മാസത്തിൽ ഓളെടുത്ത് പോയിന്ന്.
ഡിസംബർ മാസത്തിൽ ഞാൻ അതുപോലെ അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു യൂട്യൂബർ ഇതേമാതിരി ഈ ഞങ്ങളെ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പിള്ളേർ ഫോട്ടോ എടുത്ത് വിട്ടുകൊടുത്തിരുന്നു. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന ടൈമാണ്. ഞാൻ എനിക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഇവിടെ നാട്ടിലോട്ട് വരണ്ടേ ആണല്ലേ? ഇവിടെ ഇന്നെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ബാംഗ്ലൂർ നോക്കുമ്പോൾ എന്റെ റൂമിൽ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഓളെന്നെ റൂം എടുത്തിട്ട് ഓളതിന് അവിടെ ഒരാഴ്ചത്തോളം ഈ വീഡിയോ കിട്ടിയതിന്റെ ശേഷം ഒരാഴ്ചത്തോളം ഞങ്ങൾ താമസിച്ച്. അത് കഴിഞ്ഞതിന്റെ ശേഷം അപ്പോഴൊക്കെ ഇപ്പോൾ എന്നെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ട്. എന്റെ കൂടെ താമസിക്കുമ്പോ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. അതെന്തിനാ? അതന്നെ ഞാൻ പറഞ്ഞ ഇവളിത് ക്യാഷ് ആണ്. അപ്പൊ ഇത് ലല്ലുവിനെ അറിയാമായിരുന്നിട്ടും ലല്ലു ഇത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് വീഡിയോ. എന്നോട് പറഞ്ഞു രണ്ട് വീഡിയോ കൂടെ ഇട്ട കുറച്ച് ക്യാഷ് ആവുക കഴിഞ്ഞിട്ട് നിർത്താൻ. ഞാൻ പറഞ്ഞു എന്തിനു എന്നെ വിറ്റ് ഈ ക്യാഷ് ഉണ്ടാക്കണേ? എനിക്ക് എന്തായാലും നിന്നോട് കൂടെ ജീവിക്കും വേണ്ട. പിന്നെ അതേമാതിരി നീ എന്താച്ചു കാട്ടി എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഒരാഴ്ചത്തോളം എന്നെ റൂമിലെടുത്തിട്ട് ഒങ്ങോട്ടും വിടാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കും. അങ്ങനത്തെ എന്താ അവിടെ നിന്ന് കേസിലായത് എങ്ങനെ? ഈ ലല്ലു എന്ന് പറയുന്ന പടച്ചോനേക്കാൾ വലിയ സംഭവമാണ്. ഇത്രയും പാവപ്പെട്ടവനാണ്. കാരണം ഗാന്ധിജി ഒന്നുമല്ല അവൻ്റെ മുന്നിൽ. എടാ അന്നെ ഇത്രയും പറഞ്ഞ് അന്നെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അലക്കി വിട്ട് എന്നെ എക്സ്പോസ് ചെയ്ത ഒരാൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ വീണ്ടും അതിനകത്ത് പോയിരുന്നിട്ട് ഈ എടുത്ത വീഡിയോ അതിലും കോമഡി സ്ക്രിപ്റ്റാ. അത് അതിൻ്റെ ആടാ സ്ക്രിപ്റ്റാ. ആ ടോണിൽ തന്നെ ഉണ്ട്. മനസ്സിലായ? ഇനിയിപ്പോൾ അത് ശരിക്കും സ്ക്രിപ്റ്റാണ് എന്ന് അവർ സമ്മതിച്ച് തരുന്നൊരു സിറ്റുവേഷനാണ് ഈ ആടാ സ്ക്രിപ്റ്റായി എന്നുള്ളത്. ഞാൻ ഇനി സ്ക്രിപ്റ്റ് ചെയ്യും ഇങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ ഈ അവിടെ കിടന്നിട്ട് സ്ക്രിപ്റ്റാ ഇത്രയും ഇന്ന ചെയ്തിട്ട് ഈ വീഡിയോ ഇട്ടൊരു സ്ക്രിപ്റ്റാ. അപ്പോൾ അവള് അത് സ്ക്രിപ്റ്റായിരുന്നു. ആ ടോണിൽ തന്നെ അത് ഈ ചോദിച്ചാൽ എന്നെ സർക്കാസ്റ്റിക് ആയിട്ട് തിരിച്ച് കുത്തിയതാന്നുള്ളത് ഏത് പൊട്ടറി കേട്ടാലും മനസ്സിലാവുന്ന കാര്യം. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും എന്നെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുകയാണ്. അത് ഈ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുക. ആൻഡ് ബൈ ദ വേ ഇവർ ഈ പറയുന്നൊരു ടൈം ലൈനിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ആ സമയത്ത്. ഡിസംബറിൽ തന്നെ 5 ഡിസംബർ 2025 എനിക്ക് വന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തിയോട് വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഫസ്മിനിയും ലല്ലും തന്നെയാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവരെനിക്ക് ഈ രണ്ടുപേരും ഒരു ചായക്കടേന് മുന്നിൽ നിൽക്കുന്നതിൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വ്യക്തി ആരാണോ വീഡിയോ എടുത്തത് ആ വ്യക്തി ഫസ്മിനയോട് ചാറ്റ് ചെയ്ത് എന്തിനാ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തിനാ അവൻ്റെ ഒപ്പം നിൽക്കണേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച സമയത്ത് ഞങ്ങൾ സ്റ്റിൽ കല്യാണ ബന്ധം വേർപിരിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ വന്ന് നിന്ന് സംസാരിച്ചാന്നുള്ള ഫസ്മീനയുടെ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫസ്മീനയുടെ ഒരു തിരിച്ച് റിപ്ലൈ എനിക്ക് ഇവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്ന് വീഡിയോ ആക്കിയില്ല. ഞാൻ നേരിട്ട് ഫസ്മീനോട് ചോദിച്ചപ്പോൾ ഫസ്മീൻ എന്നോട് പറഞ്ഞത് സെയിം തിങ്, സായി അത് ഞങ്ങൾ ബന്ധം പിരിഞ്ഞിട്ടില്ല, എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനും സെറ്റിൽ ചെയ്യാനും ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഞാൻ അവിടെ പോയത്. ഇതാണ് ഫസ്മിനയുടെ വേർഷൻ ഉണ്ടായിരുന്നത്. രണ്ടാളും കണക്കാം. ടു ബി ഹോണസ്റ്റ് പറയില്ല, രണ്ടുപേരും കണക്കാം. ഫസ്മിനയ്ക്ക് ഒരു സമയത്ത് ഇവൻ എന്തൊക്കെ ചെയ്താലും ഇത്ര വൃത്തിയോടെ ചെയ്താലും ഇവനെ ക്ഷമിച്ചു കൊടുക്കണം, ഇവനൊപ്പം വേണമെന്നുള്ളൊരു മൂഡിൽ ഫസ്മിന. ചില ടൈമിൽ ഫസ്മിന ഇല്ല, ഇവനെ തീർത്ത് കളയണം എന്നുള്ള മൂഡിൽ ഫസ്മിന. ഇത്രയൊക്കെ എന്നോട് ചെയ്ത ആളാണെങ്കിലും ഇവളിൻ്റെ ഒപ്പം വന്ന് നിൽക്കുമ്പോൾ ഇവനും ഓക്കെയാണ്. ഇപ്പം ഇവൻ നേരെ തിരിഞ്ഞ് എന്തെന്നാണ് അത്? നിങ്ങൾക്കൊന്നൊരു ക്യാരക്ടർ ഇല്ലേ മക്കളെ? അത് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇവൻ അടുത്ത കേൾക്കാം. ഓളെ സ്വന്തം ബ്ലഡിലുള്ള ആൾക്ക് ഇന്റെ അതേമാതിരിയുള്ള അവസ്ഥ. എല്ലാരും സെപ്പറേറ്റഡാണ്. ആകെ 2 മക്കളല്ല, 2 മക്കളും സെപ്പറേറ്റഡാണ്. ഇവള് പറയുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും തൊലാക്ക് കൊടുക്കണില്ല. തൊലാക്ക് കൊടുക്കാൻ അവളെ ഉപ്പാക്ക് വിളിച്ച് തൊലാക്കില്ല, ഞങ്ങൾ ലീഗലായിട്ട് രജിസ്റ്റർ ഓഫീസിൽ എന്തെങ്കിലും പോയിട്ട് സൈൻ ചെയ്തിട്ടില്ല. ഇനി അവൾക്ക് തൊലാക്ക് വേണം എന്നോട് വീഡിയോ ഇങ്ങനെ ഇട്ടുണ്ട്. അവൾക്ക് കുല എന്നൊരു സംഭവം ഉണ്ട് ഇസ്ലാമില്. അവൾക്ക് അറിയോന്ന് അറിയില്ല, കുല എന്നൊരു സംഭവം ഉണ്ട്. അവൾക്ക് ഇങ്ങോട്ടും ചെല്ലാം. അപ്പൊ ഞാനിപ്പോ ഓൾ എന്തിനോട് എന്നോട് തൊലാക്കെല്ലാം പറഞ്ഞാൽ അറിയോ? ഞാൻ തൊലാക്ക് ചെല്ലി ഞാൻ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അവൾക്ക് അയിന്നും ഇവൻ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അയിന്നും ഒരു എമൗണ്ട് തട്ടിയെടുക്കാൻ ഞാൻ എന്താ പറയാ നിക്കായിച്ച, ഞാൻ ഗോൾഡ് അങ്ങോട്ട് കൊടുത്തിട്ട് നിക്കായിച്ച. അവളെ വീട്ടിൽ നിന്ന് ഒരു കാർ എനിക്ക് ഗിഫ്റ്റ് ഇട്ടിരുന്നു. ആ കാർ ഗിഫ്റ്റ് ഇട്ടി അവളെ എന്ന് ഒഴിവാക്കണം അന്ന കാറെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താ. ഞാൻ പിന്നെ തൊടാൻ പോയിട്ടില്ല. ഓള് നിക്കാഹ് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ഗോൾഡ് കൊടുത്ത് നിക്കാഹ് കഴിച്ചോണ്ട് ഞങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരം ഒരു സംഭവമുണ്ട്, ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് റിട്ടേൺ വാങ്ങാൻ പാടില്ല. പക്ഷെ നമുക്ക് ലീഗൽ വഴിയിലൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷെ ഞാൻ ആ ഒരു സംഭവം പരിഗണിച്ചിട്ട് ഞങ്ങൾ ഫിസിക്കലായിട്ട് ഉണ്ടായി എനിക്ക് ബോധ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഗോൾഡും വേണ്ട ഒന്നും ചോദിക്കാനും പോയിട്ടില്ല. അവരൊരു ഗോൾഡോ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഓളൊപ്പാൻ്റെ അടുന്ന് 10 രൂപന്റെ സ്ത്രീധനം
എന്തെങ്കിലും ഓളെ ഉപ്പാനോട് കാർ എടുത്ത് തരണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓളെ വാപ്പെടുത്തുന്ന എങ്ങനെയുണ്ട്? അതായത് ഇതിനാദ്യം പറയുന്നുണ്ടല്ലോ, ഓക്ക് ഇന്ന കുലാന്ന് പറഞ്ഞ സാധനം ചൊല്ലി ഒഴിവാക്കിക്കൂടെ, അപ്പോൾ ഓള് പൈസയ്ക്കാണ് നിൽക്കണേ എന്നുള്ളത്. എടാ ഫസ്മിനെ സംസാരിക്കുന്ന ഒരു മൂഡിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. ഫസ്മിനായിട്ട് നിന്നെ ഒഴിവാക്കിയാൽ നീ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അതും പറയും, ഞാനായിട്ടല്ല ഓളെ ഒഴിവാക്കിയത്, ഓളായിട്ട് എന്നെ ഒഴിവാക്കിയതാണ്. ഏത്? അപ്പോൾ ബോൾ നിൻ്റെ കോട്ടിലാവും. അതിനെന്തിനും ഒരാൾ നിൽക്കണ്ടെന്നുള്ള മൂഡിലായിരിക്കും ഫസ്മിനെ പറയുന്നത്. നീ പറഞ്ഞ മെയിൻ ഒരു സാധനം, നീ എന്തോ സ്വർണം കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. നീ ഇതിന് മുമ്പും ലൈക്ക് എന്നോട് സംസാരിച്ചപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിലും ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിലും നീ പറഞ്ഞത് നിന്നെ പെടുത്തിയതാണ് ഫസ്മിന, ഗർഭം പറഞ്ഞ് പെടുത്തി. അതിനുശേഷം നീ ഇഷ്ടമില്ലാതെ നീ ഫസ്മിനയെ കല്യാണം കഴിച്ചു. മനസ്സിലായി? ഇതാണ് നിൻ്റെ വേർഷൻ. അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നെങ്കിൽ ഇതൊക്കെ നിൻ്റെ റിലേറ്റീവ് പറയുന്ന വോയിസൊക്കെ ഞാൻ വെക്കാം. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നാട്ടുകാരോട്, ഇവൻ ഈ പറയുന്നത് ഇവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫസ്മിനേൻ്റെ ഒന്നിനോടും ഇവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരുത്തൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളെ സ്വർണം കൊടുത്ത് കല്യാണം കഴിച്ച്, അങ്ങോട്ട് സ്വർണം കൊടുത്ത് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പിടിച്ച് കെട്ടിക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ച് കെട്ടിക്കുമ്പോൾ ആരെങ്കിലും സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടാൻ നിൽക്കും. പിന്നെ വലിയ റമദാൻ മാസവും പടച്ചോനെ പേടിയും മാഷാ അല്ലാ ഇൻഷാ അല്ലാ ടീമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ ഈ റിപ്ലൈ അനക്ക് എത്രയോ സമയം ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ ഈ വിഷയങ്ങൾ. ഈ റമദാൻ മാസത്തിൽ തന്നെ വന്നിട്ട് ഓപ്പോസിറ്റുള്ള ഒരാളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഫസ്മിനക്ക് ഇതൊന്നുമില്ല, റമദാനും ഇല്ല, പടച്ചോനും ഇല്ല, മുസ്ലിം ആണോ എന്ന് വരെ എനിക്ക് സംശയമാണ്. ഈ ആണെങ്കിൽ ഈ വേറെ ആൾ അതേപോലെ പത്താക്ക് പിച്ച് ചെയ്യുന്ന ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കും റമദാൻ മാസത്തിൽ, ഇത്ര വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇതിൽ പടച്ചോനെയും മതത്തിനും ഒന്നും കുത്തിക്കറ്റേണ്ട ആവശ്യമൊന്നും ആർക്കില്ല. കാശിന്റെ കാര്യം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജയിക്കുന്ന ആൾക്കാരാണ്. ഓൾ ഫസ്റ്റ് 20,000-നും 30,000-നും ഒക്കെ കുറെ ഗൂഗിൾ പേന്റെ ട്രാൻസാക്ഷൻ കാണിച്ചു തന്നെ. ഇവള് ഗെയിമിന്റെ ഇല്ലീഗൽ ഗെയിമിൽ പ്രൊമോഷൻ ചെയ്തിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതിന് മുൻപ് അതിൽ ഓളെ വീഡിയോസ് കണ്ട പിള്ളേർക്ക് അറിയാം, ഓള് ATM സ്വൈപ്പ് ചെയ്തിട്ട് കനറ ബാങ്കിന്റെ ATM-ന്ന് ക്യാഷ് എടുക്കുന്ന ഒരു സംഭവം കിട്ടും. ഇന്റെ അക്കൗണ്ടിക്ക് 20,000-25,000 ഗൂഗിൾ പേ വഴി ഇടും. എന്നിട്ട് ഇവള് ATM-ൽ സ്വൈപ്പ് ചെയ്യും. സ്വൈപ്പ് ചെയ്തിട്ട് ക്യാഷ് കാണിക്കും വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓളെ അടുത്ത് അന്ന് ATM ഇല്ല, ഓളന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ടൈമായിരുന്നു. ഞാനാണ് ഓളെ വീട്ടിൽ രണ്ടാമത് കയറ്റിക്കണം കേട്ടോ. ഇത്ര മറ്റേ ഇവന്റെ കൂടെ പോകുന്നതിന് ശേഷം, ഓളെ എക്സിന്റെ കൂടെ പോകുന്നതിന് ശേഷം വീട്ടിൽ നിന്ന് ഓളെ പുറത്താക്കി. ഓള് ഒറ്റക്ക് സെപ്പറേറ്റ് ആയിട്ട് എറണാകുളത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ ക്യാഷ് ATM കാർഡ് ഇല്ലാത്തതുകൊണ്ട് എന്റെ ഗൂഗിൾ പേ ക്യാഷ് അയക്കും. ഞാൻ എന്ത് ചെയ്യും, ATM കാർഡ് ഓൾക്ക് കൊടുക്കും, ഓൾ എന്നിട്ട് പോയി വീഡിയോ എടുക്കും, ഞാനാ വീഡിയോ എടുത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിരുന്നു. ആ ക്യാഷിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവൾക്ക് ആവശ്യമുള്ള മേക്കപ്പ് എല്ലാം തന്നെ വേറെ എന്തെങ്കിലും സാധനം പുറത്തു പോകുമ്പോൾ ഭയങ്കര ക്യാഷ് വിട്ടുതരും. പിന്നെ അതേമാതിരി ഇപ്പൊ ഈ റൂം എടുത്ത ക്യാഷ് അവളെ തന്ന കാര്യം തന്നെ പറയും, അവളെ തന്നിക്കണം. അവള് പറഞ്ഞിട്ട് വന്നിക്കണം, അവളെന്നെ റൂം എടുക്കാൻ പറഞ്ഞത്. ഞാനവിടെ ഡോർമെട്രി നിൽക്കാൻ പോയിരുന്നു. അവളാണ് ഞാൻ രാത്രി വരണം എന്തായാലും എന്ന് പറഞ്ഞിട്ട് അവളാണ് റൂം എടുത്തിക്കണം. പിന്നെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും അവൾ തന്നിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളല്ല കുറേയൊക്കെ എന്താ പറയാ, അത് ഞാൻ അവൾക്ക് അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൾ എനിക്ക് മാത്രമല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇത്ര ഉള്ളിൽ ദേഷ്യം, അവൾക്കൊന്നും ചെയ്തിട്ടില്ല, അവൾ അത് ഇത് നിൽക്കുവാണെങ്കിൽ പറയാം, ആ ഉള്ള പോലെ അക്ക പോലെ പറയണേ. അക്ക പോലെ പറയണം. കാരണം എന്താ അറിയോ, നാട്ടുകാരെ പറ്റിച്ച് രണ്ടാളും കൂടി ഊമ്പിച്ചുണ്ടാക്കിയ കുറച്ച് പൈസ ഉണ്ട്. ഇതിലിപ്പോൾ ഫസ്മിനയ്ക്ക് സങ്കടമായാലും കുഴപ്പമില്ല. ഈ ഗെയിം ഇല്ലീഗൽ ഗെയിം പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാക്കിയ പൈസയിൽ നിന്നുണ്ടായ ഒരു ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരുപാട് ആളുകളുടെ കണ്ണീരാണ്. അതിൻ്റെ ഒരു കർമ്മ നിങ്ങൾക്ക് എന്താണെങ്കിലും തിരിച്ചു കിട്ടാതിരിക്കില്ല. അതിൻ്റെ ഒരു ഫലമായിട്ട് ഈ ലൈഫിൽ നടക്കുന്നത് അതിൻ്റെയും കൂടി ഒരു ഫലമായിട്ട് കൂട്ടുക, അല്ല ഒന്നും പറയാമല്ലോ മക്കളെ. പിന്നെ എന്താ പറയുക, ഈ പ്രായത്തിൽ തന്നെ ഇവർക്കൊക്കെ മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ, ഞാനൊരു 10-20 കഴിഞ്ഞിട്ട് 25-26 വയസ്സ് വരെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടാക്കുന്ന പൈസകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്കൊരു സർട്ടൻ എമൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. വിദ്യാഭ്യാസത്തിൽ നിന്ന് ജോലി കിട്ടി ഉണ്ടാക്കുന്ന ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് സ്റ്റിൽ അല്ലാതെ നമ്മളിപ്പോൾ വലിയൊരു ബിസിനസ്, നമ്മളെ വീട്ടുകാരുടെ ബിസിനസ് ഏറ്റെടുത്തുണ്ടാക്കുന്ന പൈസ ഡിഫറെൻറ്റ് തിങ്. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇതെന്താ പറയുക, ഞാൻ നോക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ ആ വയസ്സുള്ള കുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ വയസ്സുള്ള ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ലൈഫ് കൊണ്ടുപോകാനുള്ള ഒരു തരം എമൗണ്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ജീവിക്കുന്ന ഒരു പാറ്റേണിൽ പോകുന്ന ആളുകളാണ്. അതൊരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബട്ട് സ്റ്റിൽ ദേ മോർ ഓപ്റ്റ് ലൈക്ക് നൈറ്റ് ലൈഫ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ രീതി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു എബോ ആവറേജ് ലിവിങ്ങിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഒരു എബോ ആവറേജ് ലിവിങ് സ്റ്റൈൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം.
മോശം ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ എബോവ് ആവറേജ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയും, പേഴ്സണൽ പ്രൈവസി, പേഴ്സണൽ കാര്യങ്ങൾ വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി, അത് ഡെഫിനറ്റ്ലി ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട്, ഇവൻ്റെ ഭാഗത്തുനിന്നില്ല. മനസ്സിലായി, ഇവൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പം അത് ഈ ലൂപ്പിലുള്ള എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും നിങ്ങൾ എടുത്തു നോക്കണം. ഇതാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു എബോവ് ആവറേജ് ലൈഫ് സ്റ്റൈലുള്ള സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള കയ്യിൽ ഇനഫ് എമൗണ്ട്സ് ഉള്ള ആളുകൾ. പക്ഷെ ഇവർക്കൊന്നും ആ ഒരു എന്താ പറയുക, ഒരു തരം സ്വാഗ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എബോവ് ആവറേജ് ലൈഫ് സ്റ്റൈലുള്ള ആളുകൾ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, ഒരു സെലിബ്രിറ്റീസ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരം അങ്ങനത്തെ ഐറ്റം ഒന്നും, ഒരു ഓറയൊന്നും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതാണ് എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ വിയേർഡായിട്ട് തോന്നിയിട്ടുള്ളത്. എന്താ അങ്ങനെ, വാട്ട് ഹാപ്പൻ ടു ദിസ് ഗൈസ്, നമുക്ക് തോന്നൂല്ലോ. ലല്ലുവിന്റെ സമ്മതമില്ലാതെ നിക്കാഹിലോട്ട് പോകുന്നത്? നാളെ ഒരിക്കൽ ബ്രോയുടെ ഏതെങ്കിലും ഫ്രണ്ട് വന്നിട്ട് പിന്നെ ഞാൻ അജിൻ്റെ കുട്ടിയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്, ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബ്രോ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുമോ? ഈ ലൈംഗികപരമായിട്ട് ബന്ധം വേണമെങ്കിൽ ഒരു പ്രണയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം. പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ലല്ലുവും പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഞങ്ങൾ എറണാകുളം വാക്വേ എന്നാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഇവളെ കുറെ സാഡ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവള് എന്നിലോട്ട് എത്തണേ. പറഞ്ഞ കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ? അവളെ എക്സ്, ഈ തൊപ്പിയാണ് പേഴ്സൺ, അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്, അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പാക്കി പോകുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ യഥാർത്ഥം. ഇവന്റെ ഗർഭം സാധനം അവിടെ നിൽക്കട്ടെ, അത് അടുത്ത വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുമ്പോൾ പറയാം. വെരി ഇറലവൻ്റ് ആയിട്ടാണ് ഇവൻ തൊപ്പീൻ്റെ സാധനം ഇതിലേക്ക് വലിച്ചിട്ടത്. ഓക്കെ, ഇവൻ എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോഴും ഈ തൊപ്പിയെക്കുറിച്ച് ഫസ്മിനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതേ ബൈസെക്ഷൽ കഥ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അതിന് പ്രൂഫ് എന്താ ഉള്ളത്. പൈതവേ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അജിൻ്റെ അകത്ത് ഇവൻ ഈ പ്രൂഫ് കാണിച്ചിട്ടില്ല. പക്ഷെ ഇവൻ എനിക്ക് പേഴ്സണലി അന്നൊരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്മിനെ ആരോടോ സംസാരിക്കുകയാണ്, ഈ തൊപ്പിയുടെ കാര്യം സംസാരിക്കുമ്പോൾ അത് ഫസ്മിനെ പറയുന്നതിൻ്റെ ഒരു വോയിസ് ഇവൻ ബാക്കിലിരുന്നെങ്ങാണ്ട് എടുത്തിട്ട് എനിക്ക് വൺ ടൈം അയച്ചു. ഇവൻ ഇത്രയും പ്രൂഫ് വെച്ച് സംസാരിക്കുന്ന ഒരുത്തനല്ലേ, എന്താ ആ സാധനം ഇവൻ എടുത്തിട്ട് അജിൻ്റെ കൊടുക്കാൻ? അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവന് കുറേ സാധനങ്ങൾ ഇവനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കണം. മനസ്സിലായില്ലേ? ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അൺവാണ്ടഡ് ആയിട്ടാണ് തൊപ്പീൻ്റെ സാധനം ഇവൻ ഇതിൻ്റെ അടുത്തേക്ക് എടുത്ത് വലിച്ചിട്ടുള്ളത്. ഇവൻ ഇത് എല്ലാവരോടും സീരിയസ്ലി ഗൈസ്, ഇവൻ ഇത് ഇപ്പം എന്നോട് പറഞ്ഞെന്ന് ഞാൻ തുറന്നു പറയുകയാണ്. ഇവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് ഇൻ്റർവ്യൂ പറയുന്നു. ഇവൻ്റെ എത്ര പേരോട് പറഞ്ഞു നടന്നിട്ടുണ്ടാവും തൊപ്പിയുടെ കേസ്? ഈ പറയുന്ന തൊപ്പിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ല. ഇവർ രണ്ടാളും തെറ്റിയത് തൊപ്പിക്ക് ഒരു പങ്കുമില്ല. ഇവരുടെ ലൈഫിൽ തൊപ്പിക്ക് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഗ്രിപ്പില്ല. തൊപ്പി പോയി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും നീ വന്നിട്ട് ഈ സാധനങ്ങൾ പറയുമ്പോൾ അത് ജസ്റ്റ് ആൻ അലിഗേഷൻ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവാണ് നീ ചെയ്യുന്നത്. പ്രൂഫില്ല, അതിനൊരു സാധനവും നിൻ്റെ കയ്യിലില്ല. എഗെയിൻ വേറൊരാളെയാണ് നീ ഇതിലേക്ക് പിടിച്ച് ഡ്രാഗ് ചെയ്തിടുന്നത്. ഇതാണ് ഇവൻ്റെ എന്താ പറയുന്നത്, ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്. ഇങ്ങനൊരു കഥ ഒരു പെൺകുട്ടി വന്ന് ലല്ലുവിനോട് പറയുന്നു, സ്വാഭാവികമായിട്ട് മനസ്സലിഞ്ഞ് ലല്ലു പറയുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു. സ്വാഭാവികമായിട്ട് മനസ്സറിഞ്ഞിട്ട് ഇഷ്ടമല്ല തോന്നി, ഒരു സെന്റിമെന്റ്സ് തോന്നി, ഒരു സഹതാപം തോന്നി. എന്നിട്ട് അവള് വിളിക്കുമ്പോഴും അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ, അവള് വിളിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ അവളെ പിക്ക് ചെയ്യാൻ ഇതിനൊക്കെ ഞാൻ അവളെ പിന്നെ തൃക്കാക്കരയുള്ള വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ 3 ദിവസം കോൾ ചെയ്തിട്ട് എനിക്ക് 3 ദിവസം കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അതിന് ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ ആ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഇവിടെ നേരെ എൻ്റെ ഹോട്ടലിലോട്ട് വന്ന്, നോർത്തിലാണ് റൂം എടുത്തിരുന്നത്. നോർത്തിലോട്ട് വന്ന് അവള് റൂമിലോട്ട് കയറി, എനിക്ക് മൈൻഡ് ഒക്കെ ഇല്ല, നീ ഒന്ന് കോൾ ചെയ്തെടുക്കാതെ, ആകെയുള്ള ഒരു ഫ്രണ്ടാണ് നീ, എല്ലാവരും ഇന്നെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളൂ, എൻ്റെ കൂടെ ജെന്യുവൻ ആയിട്ട് ഒരു ഫ്രണ്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ സോറി ഞാൻ തിരക്ക് പെട്ടുകൊണ്ടാണ് കോൾ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ പിറ്റേ ദിവസം ഇതേമാതിരി വരും. എൻ്റെ ഡയറക്റ്റിൻ്റെ റൂം മനസ്സിലായല്ലോ, എൻ്റെ സ്നാപ്പിൽ ലൊക്കേഷൻ നോക്കിയിട്ട് വന്നിരുന്നത്. സ്നാപ്പിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഇനി കറക്റ്റ് ലൊക്കേഷൻ കിട്ടും, അങ്ങനെയാണ് വന്നിരുന്നത്. അല്ലാതെ അവൾക്ക് ആ ഫ്ലാറ്റും റൂമും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവൾ അങ്ങോട്ട് വരുന്നത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരലായി. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഇൻറ്റിമേറ്റ് ആവണേ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്, ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാർട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാലോ, ഒരു ബോഡി പാർട്ടിൽ നോക്കിയിട്ട് എനിക്കൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. പക്ഷെ
അതിലോട്ട് എത്തിപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല, ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്. ഇവള് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസില് ഈ ബാങ് മിഠായി കലക്കിയിട്ട് ജോയിന്റിന്റെ മിഠായിയാണ് അത് കലക്കിയിട്ട് എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളിട്ട് ഇന്റിമേറ്റ് ആണ്. അല്ല ഈ ബാഗ് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫ്രഷ് ലൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. എന്റെ പൊന്നു ബ്രോ, ചിക്കു ജ്യൂസ് ഇല്ലേ, ചിക്കു ജ്യൂസിന്റെ ഉള്ളിലാണ് ഈ സംഭവം കലക്കി തരണേ. ഇത് അടിയിലോട്ട് എത്തുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പൊ തന്നെ അതോടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ, കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ എനിക്ക് തലവേദന ആയിട്ട് അന്ന് രാത്രി ഒരു പുലർച്ചെ 3 മണിക്ക് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു സൺറൈസ് ഹോസ്പിറ്റലില് കാക്കനാടുള്ള. അതിങ്ങനെ പെടുത്തിയതാ, അങ്ങനെ ഞാൻ ഓളിട്ടൊരു ഇതിലോട്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഇവളെ എന്നും വിളിക്കും, എനിക്ക് മിസ് ചെയ്യേണ്ട അതുണ്ട്. ഞാൻ അന്ന് എനിക്ക് റിട്ടേൺ പോകേണ്ട ടൈമായി, നാട്ടിലോട്ട് പോയി. അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഗൾഫിലോട്ട് തന്നെ കയറാൻ വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ നാട്ടിലോട്ട് പോകുന്ന ടൈമിൽ ഇവള് പ്രഗ്നന്റ് ആയിട്ട് വീഡിയോ ഉണ്ട്. പിന്നെ എന്റെ മിസ് ചെയ്യണ്ട്, ബ്ലഷ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് മലപ്പുറത്തോട്ട് വന്നു. ഇവള് ബോയ് ഫ്രണ്ട് മിസ് ചെയ്യണ്ടായിട്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ആണൊരുത്തൻ്റെ ഗതികേട് എന്നാണ് ഇവൻ പറയുന്നത്. ഒരു 100 ആണുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്പെസിമെൻ എവിടെ കണ്ടു കിട്ടും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലേ. പറയുന്നത് ബാങ്ക് കലക്കി തന്നതുകൊണ്ട്, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാതെ കുടിച്ചതുകൊണ്ട് അന്ന് ഫസിയായിട്ട് സെക്സിൽ ഏർപ്പെട്ടു. ഫസി വേറി വീഡിയോ ഇട്ടപ്പോൾ ആ ഒരൊറ്റ ഇൻ്റർകോഴ്സ് കൊണ്ട് ഇവൻ കുട്ടിയുടെ അച്ഛനാന്നുള്ളത് ഇവൻ തന്നെ സ്വയം തോന്നി. ഇവനെ ഭീഷണിപ്പെടുത്തിയ പോലെ ഇവന് ഫീലായി. അപ്പോൾ ഇവൻ നേരെ പോയി കല്യാണത്തിന് വീട്ടുകാരെ സമ്മതിപ്പിക്കുന്നു. പേടിച്ചു പോയി, വീഡിയോ കണ്ട് പേടിച്ചു പോയി. എടേ, ഒരു ബെയർ മിനിമം ക്ലാരിറ്റി എന്തെങ്കിലും പറയുന്നതിൽ വേണ്ടേ? അതില്ല. പറയുന്നത് എന്താ, എനിക്ക് അവളോടൊന്നും തോന്നിയിരുന്നില്ല, എനിക്കിത് കലക്കി കുടിച്ച് തന്നപ്പോഴാണ്. നമുക്ക് ഇപ്പം ഞാൻ അത്യാവശ്യം എൻ്റെ സർക്കിളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പലരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ്. ആ കാലത്ത് ബാംഗ്ലൂരൊക്കെ ജീവിക്കുന്ന കാലത്ത് അന്ന് ഞാനിതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെന്നുള്ളത് അവർക്കറിയാം. അപ്പം ചില ആൾക്കാരുണ്ടാവും കൂട്ടത്തിൽ ഉപയോഗിക്കാത്ത ഒരുത്തനെ അത് ഉപയോഗിപ്പിക്കാൻ നമ്മൾ എന്ത് പറയും എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കുരുട്ടത്ത് പരിപാടികൾ കാണിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്നിലേക്ക് ഇത് മണക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫോറിൻ സാധനം മണക്കുമ്പോഴേ മനസ്സിലാവും. കുടിക്കുമ്പോഴേ നമുക്ക് നാവിൽ തട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഇസ് ഡിഫറെൻറ്റ്. മനസ്സിലായില്ലേ? ഇവൻ ഈ പറയുന്ന പോലെ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ തെളിവുകൾ കാണിക്കണ്ടേ? ഇപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അറ്റ്ലീസ്റ്റ് ആ ഹോസ്പിറ്റലിൽ ഗൂഗിൾ പേ അടച്ചതിൻ്റെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ടെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത് എന്താ പറയുക, നല്ലോണം ബാങ്കൊക്കെ കലക്കി കുടിച്ച് നല്ല പരിപാടിയും കഴിഞ്ഞ് അന്ന് രാത്രി ഹാങ് ഓവർ തലക്കി പിടിച്ചിട്ട് പിന്നെ തല പൊങ്ങാതെ ആയപ്പോൾ പോയി. അതിലും കൂടുതൽ എന്ത് മനസ്സിലാക്കണതെന്ന്? ഇനി അല്ല, നിന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ മോനെ ഇവിടെ നിയമവും പോലീസൊന്നും ഇല്ലേ? നിന്നെ എത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ വീട്ടുകാരാണല്ലോ. വീട്ടുകാരോട് പോയി പറയണം ഒരവസ്ഥയിൽ പറ്റിപ്പോയി, നീ ഇങ്ങനെയുള്ള ഗൾഫിൽ നിന്ന് വന്നേ, അപ്പോൾ ഇത് നാട്ടിലും ഇത് പറ്റിപ്പോയതുകൊണ്ട് എനിക്കിത് ഏറ്റെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അല്ലെങ്കിൽ ഇത് തീരുമാനമാക്കി തരണം. ഈ ഫസി വീട്ടിൽ വന്ന് തന്നെ 2 ചെക്കന്മാരപ്പം എടുത്ത് കൊണ്ടുപോയി എന്ന് പറയും. എന്നിട്ട് പോകാൻ നിന്നേ പെരക്കാരോട് പറയണ്ടേ, നാട്ടിൽ പറയണ്ടേ? അപ്പോൾ നാട്ടിലും പെരക്കാരെടുത്തും പറയാൻ പോയി കഴിഞ്ഞാൽ അണക്ക് അവിടെ ഒരു നല്ല ഇമേജ് അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ എന്തൊക്കെയാണ് പാസ്റ്റ് എന്നുള്ളത് ഓർക്കും നന്നായിട്ട് അറിയാം. ഇത് പോയി പറഞ്ഞാൽ വിശ്വസിക്കുന്ന നാട്ടുകാരോ വീട്ടുകാരോ അല്ല എൻ്റെത്. ഇനിയിപ്പോൾ വന്നിരുന്നിട്ട് ഈ താല്പര്യം കൊണ്ട് ചെയ്തതല്ല അങ്ങനെ എന്നൊക്കെ പല കാര്യം പറയാം. ഒരു വീടാണ് അവർ തൃക്കാക്കര ഒരു വീട് എടുത്തായിരുന്നു. മുകളിൽ വേറെ ടീം, അടിയിൽ വേറെ ടീം, അങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഗേൾസ് മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. 3 റൂമുകളിൽ ഒരു റൂമിൽ ഫുള്ള് ഡ്രസ്സാണ്. പിന്നെ അതേമാതിരി ഒരു റൂമിൽ ഇവളുള്ള ഫ്രണ്ട്സും പിന്നെ മറ്റേ റൂമിൽ ഇവളും ഉള്ള ഓരോ വീഡിയോ എടുക്കുന്ന ഓരോ സാധനങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യമാണ്ട് കയറി പഠന ഞാൻ അന്ന് കാണുന്നത് ഇവള്, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവള് പിന്നെ ഇവളെ 3 ഫ്രണ്ട്സ്. പ്രമുഖരാണ്, പേര് ഞാൻ പറയുന്നില്ല. ഇവര് 3 പേരും പാടി നമ്മളെ കിച്ചണിലുണ്ടാവില്ലേ നമ്മളെ ഇരിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ജോയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്കെതിരെ ഓൾറെഡി റൂമിന്റെ ഓണേഴ്സ് ഇവരെ അവിടെ താമസിക്കുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. ഇവർ പല ടൈമിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ എനിക്ക് ഓണർ അവിടുത്തെ നെയ്ബേഴ്സിന്റെ അടുത്ത് നോക്കി നെഗറ്റീവ് ഒരു ഇത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അവിടെ താമസിക്കാതിരിക്കാനുള്ള മെയിൻ റീസൺ. എന്നിട്ട് ഇവള് ഇങ്ങനെ വിളിക്കും. പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിക്കണം അവളെ റൂമിലോട്ട്, എടാ എൻ്റെ എക്സ് വേറെ റിലേഷനിൽ അയക്കണ്,
അപ്പോൾ എനിക്ക് അവനെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വീഡിയോ എന്ന് ചോദിച്ചു. നീ വായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പോയ ടൈമിൽ നീ ജസ്റ്റ് എൻ്റെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടായിരുന്നു. അന്നാണ് ഇവൾ എൻ്റെ പെർമിഷൻ പാടി ചോദിക്കാതെ, ലൈക്ക് ഞാൻ എൻ്റെ ഫേസ് അതിൽ കാണൂല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫേസിന് ഇത്രയും ഭാഗം കാണുന്നുണ്ട്, ഇവിടുന്ന് ഈ ഭാഗം കാണുന്നുണ്ട്. ഒരു മെഹബൂബ എന്നുള്ള ഒരു സോങ് ആയിട്ട് തോന്നുന്നു, ഐ തിങ്ക്. ആ സോങ് ആയിട്ട് ഓള് ഫസ്റ്റ് ഒരു റീൽ ചെയ്യണം. അന്ന് ഇവിടെ എല്ലാവരും മുൻപിൽ ഞാൻ അവളെ ബോയ് ഫ്രണ്ട് ആക്കി ചിത്രീകരിച്ച് അവനെ പൊളിപ്പിക്കാൻ, അവൻ റിട്ടേൺ വരും, അവനെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. അപ്പൊ ഞാൻ ഓക്കെ, ഒരു കള്ളക്കഥ ചമച്ച് പ്രണയത്തിലോട്ടാക്കുന്നു. പ്രണയത്തിലോട്ടാക്കണം. എന്നിട്ട് പിന്നെ ഞാൻ പോവാനുള്ള തീരുമാനമായി. ഒരു 1 വീക്ക് അവിടെ നിന്നതിന്റെ ശേഷം ഞാൻ പിന്നെ പോവാനുള്ള തീരുമാനമായപ്പോ ഇവള് പ്രഗ്നന്റാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു. അപ്പോഴൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ത്? അതായത് സ്വാഭാവികമായിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് പറയേണ്ടത്. ഞാൻ അറിഞ്ഞിട്ട് പോലില്ല, എന്നോടല്ല പറയുന്നത്. ഓള് ഫുള്ള് പബ്ലിക്കിന്റെ മുൻപിലാണ്. ഓള് പ്രഗ്നന്റ് ആയാലും ടോയ്ലറ്റ് പോയാലും ഇത് മൊത്തം എന്നോടല്ല പറയുന്നത്, പബ്ലിക്കിന്റെ മുമ്പിൽ ഓള് പറയണേ. ഓള് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. തേൻകണിയിൽ പെടുത്തി ഫസ്മിന സാക്കിർ ലല്ലുബിയെ ഇതല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എടാ ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് പോലീസിലല്ലേ, ആണോ അല്ലേ? നിങ്ങൾ തന്നെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഇവൻ അതൊന്നും പറഞ്ഞിട്ടുമില്ല, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇവൻ ഒരു രീതിയിലും ചിന്തിച്ചിട്ടുമില്ല. ഇവൻ ജസ്റ്റ് ഇവൻ്റെ വീട്ടിൽ പറയുന്നു ഇതേപോലെ ഗർഭമാണ്. അപ്പോൾ ഇപ്പോൾ ഇവന് സ്വയം സംശയമുണ്ട്, ഇവൻ പ്രൊട്ടക്ഷൻ എടുത്താൽ ചെയ്തതെന്നൊക്കെയാണ് ഇവൻ ഈ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞിരുന്നത്. ഇവന് സ്വയം സംശയമുണ്ട്. ഇതെന്തെന്നാടാ അത്? ഒരു വട്ടേ നീ ഇതേപോലെ ഫസ്മിനായിട്ട് ഇടപെട്ടിട്ടുള്ളൂ, അതിൽ തന്നെ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് സംശയമുണ്ട്. എന്നിട്ട് ഈ സംശയത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീഡിയോ, ഇപ്പോൾ ഫസ്മിന വന്ന് വീഡിയോ ഇടും. ഈ വീഡിയോ ഇടുമ്പോൾ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയുമോ ഇപ്പോൾ ഈ കൈ ലല്ലൂബീൻ്റെയാണ്, അതിപ്പോൾ മുഖം കണ്ടു ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട്. ബോയ് ഫ്രണ്ട് ഈസ് ജസ്റ്റ് എ ബോയ് ഫ്രണ്ട്. ആ ബോയ് ഫ്രണ്ട് അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പ്ലക്കേത ഉണ്ട് എന്നുള്ള ആർക്കെങ്കിലും അറിയൂ? അത് നാട്ടുകാർക്ക് അറിയൂ? ഫസ്മിന പറഞ്ഞ ആ ഗർഭത്തിന് ഉത്തരവാദി നീയാന്നുള്ളത് ഫസ്മിനായിട്ട് അല്ലെങ്കിൽ പിന്നെ പറയേണ്ടിയിരുന്നു. അതെവിടെയെങ്കിലും ഫസ്മിന പറഞ്ഞിട്ടുണ്ടോ? ഫസ്മിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സീനുകൾ വരുന്നത് തന്നെ നിൻ്റെ മറ്റേ പഴയ ഇഷ്യൂവിൽ അടിയുണ്ടാക്കിയ മിസ്രിയ സീനിനകത്ത് ഫസ്മിൻ്റെ ഗർഭം എന്നുള്ള പേരിൽ ഇവനെ ചതിച്ച് വഞ്ചിച്ച് ട്രാപ്പിട്ട് കെട്ടിയെന്നാണ് ഇവൻ്റെ വേർഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്ക്. ഇവൻക്ക് ഫസിനായിട്ടുള്ള നിക്കാഹിന് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഭയങ്കര കള്ളത്തരാണ്. കാരണം ഇവന് അത്രയും സ്ട്രഗിൾ ചെയ്തിരിക്കണം ഇവന്റെ ഉപ്പാന്റെ ഒക്കെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നിക്കാഹിന് വേണ്ടിയിട്ട്. അപ്പോ ഇവന് സംസാരിച്ച് ഇനി വേറൊരു റിലേഷനോ വേറൊരു കച്ചറയ്ക്കോ കാര്യങ്ങൾക്കോ ഞാൻ പോവില്ല, ഞാന് എന്തായാലും ഫസിന്റെ ഒപ്പം ജീവിച്ചോളാന്നുള്ള രീതിയിൽ അത്രയും പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ടാണ് ഇവന്റെ നിക്കാഹ് നടന്നിക്കണത്. എന്നിട്ട് തന്നെ ഇവൻക്ക് അതായത് എൻഗേജ്മെന്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇവന്റെ കയ്യിൽ ഇപ്പൊ എന്താന്നുള്ള ആർക്കോ അറിയാത്തതിനോണ്ട് ഇവനെ കൊണ്ട് എന്താ പറയാ നിക്കാഹിനെ കഴിപ്പിക്കണം എന്നുള്ളതായി. അപ്പോ നിക്കാഹിന് എല്ലാരും പങ്കെടുക്കും ഇതാക്കുക വേണല്ലോ. അതിനു വേണ്ടിയിട്ട് ഇവര് നിക്കാഹിനൊരു ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവന് അത്രയും കഷ്ടപ്പെട്ടിട്ട്. കാരണം ഞങ്ങള് അവിടെ അടുത്തുള്ള വീട്ടിലുള്ള ഇവന്റെ ഫാമിലിയിലുള്ള ആളടുത്തൊക്കെ പോയിട്ട് വേണം എനിക്ക്, കാരണം അവരൊക്കെ പോയിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കണം. അപ്പൊ ഞങ്ങള് വീടിന്റെ അടുത്തുനിന്ന് ആണ് അവന്റെ ഫാമിലീസ് ഒക്കെ വരുന്നത്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയിട്ട് അവന് അത്രയും റിക്വസ്റ്റ് ചെയ്തിക്കണ് എന്റെ നിക്കാഹ്, അതായത് നിക്കാഹ് നിശ്ചയിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വരുമോ, ഇനി അഞ്ഞ് അങ്ങനെ കച്ചറ അലമ്പൊന്നും കാണിക്കൂല, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ട് അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇവന്റെ വീട് എക്സാക്ട് വരുന്ന ആദനാട്ടിൽ നിന്ന് ഫസിന്റെ വീട് തൊടുപുഴ അവിടേക്ക് പോയിട്ട് ഡേറ്റും കാര്യങ്ങളും നിശ്ചയിച്ചത്. അത് ഒരിക്കലും അവന്റെ ഉപ്പയോ അല്ലെങ്കിൽ ഫാമിലീസിൽ നിന്ന് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, അവൻ ഡയറക്റ്റ് അങ്ങനെ പോയി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ അവിടുന്ന് പോയിക്കണെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരാള് താല്പര്യമില്ലെങ്കിൽ അതിനൊന്നും നിൽക്കൂലല്ലോ. നിക്കാഹിന് ഫസിനായിട്ടുള്ള നിക്കാഹിന് താല്പര്യം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ അത്രയും റിക്വസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിനോ നിൽക്കൂല. അവനെ പറ്റണില്ലെങ്കിൽ എന്നാ വേണ്ടെന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുക. പക്ഷെ ഞങ്ങൾക്കൊക്കെ അതിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടോ. അപ്പൊ എല്ലാരും നാട്ടിലാണെങ്കിലും അതേപോലെ ഫാമിലീസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാരും ആദ്യമൊക്കെ വേണ്ട, ഇവന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇവൻ അത്രയും റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ നിക്കാഹ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നിക്കാഹ് കഥ എന്താണെങ്കിലും പൊളിഞ്ഞു കിട്ടിയില്ലോ. ബന്ധു തന്നെയാണ് പറയുന്നത്,
എങ്ങനെ നിക്കാഹിലേക്ക് എത്തിച്ചു, ഇവൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത്, ഇവൻ തന്നെ സ്വർണവും കൊടുത്ത് നിക്കാഹിന് വീട്ടിലുള്ളവരെ ഫുള്ള് കൺവിൻസും ചെയ്ത് എല്ലാം കാണിച്ച് ഇവനാണ് ഇവൻ്റെ വീട്ടുകാരെയും കൊണ്ട് ഫസ്മീനൻ്റെ അടുത്ത് പോകുന്നത്. ഇവൻ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് തള്ളുന്നതിന് മുമ്പ്, കുറേ മുമ്പാണ് എനിക്ക് ഈ ഒരു വ്യക്തി മെസ്സേജ് അയക്കുന്നത്. ഈ ചങ്ങായി എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഞാൻ ഇയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേയ് നീ ശരിക്കും ഇവൻ്റെ റിലേറ്റീവ് ആണോ? അതെ, കാരണം ഒരു ജെനുവിൻ പ്രൊഫൈലാണ് അവൻ, മനസ്സിലായോ? അപ്പോൾ ഈ ചങ്ങായിനെ ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇവൻ്റെ വീടിനകത്ത് എവിടെയെങ്കിലും വന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാട്ടുകാരോടൊന്നും ഇവനെക്കുറിച്ച് ചോദിക്കുകയും പറയാം നിങ്ങൾക്ക് ഈ ലല്ലൂബി ഷിബിൽ എന്താണെന്നുള്ളത്, മനസ്സിലായോ? കുറേ കാര്യങ്ങൾ ഇനിയും ഇവർ പറയാൻ റെഡിയാണ്, പറയും ചെയ്യും. പക്ഷെ എന്താ അറിയോ, ഇവൻ ഈ പറഞ്ഞത് പൊളിച്ചു കൊടുത്താൽ മതിയല്ലോ. ഫസ്മിനെ കാണുന്നത് ഇഷ്ടമല്ല, ഫസ്മിനയുടെ ഒന്നും ഇഷ്ടമല്ല, ഒറ്റ ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് ഗർഭമായി. എൻ്റെ ഗർഭമല്ല. എനിക്കിതിൽ വേറൊരു സംശയം, ഫസി ഗർഭിണിയായി എന്ന് ഇവൻ അറിഞ്ഞതിന് ശേഷം, ഇവൻ നിക്കാഹ് കഴിച്ചതിന് ശേഷമാണോ ഇവർ അബോർട്ട് ചെയ്തത്? ഇതൊരു എന്തോ ഒരു കുറ്റമുണ്ട് ഇതിനകത്ത്, ഈ അബോർഷനിലൊന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അറിയില്ല ഇതെങ്ങനെയാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഫസ്മിനെയും പറയുന്നില്ല, ഇവനും പറയുന്നില്ല. പക്ഷേ ഞാൻ ക്ലിയറായിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ എല്ലാവർക്കും, ഇവനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും അറിയാം ഇവൻ്റെ മുൻകൈയോട് കൂടിയിട്ട് തന്നെയാണ് ഇവൻ്റെ കല്യാണമൊക്കെ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കൊണ്ട് ഫസ്മിനൻ്റെ തലയിലിട്ട് രക്ഷപ്പെട്ട് പോകാൻ നോക്കണ്ട. ആൻഡ് ബൈ ദ വേ ഫസ്മിനയുടെ വീഡിയോനകത്ത് ഫസ്മിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഗർഭത്തിൻ്റെ കേസും പിന്നെ ഫസ്മിനയുടെ രോഗത്തിനെ കുറിച്ചൊക്കെ ഫസ്മിന പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവൻ എങ്ങനെ ചീറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്. അത് ഞാനിതിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോർഷൻസിനകത്തൊരു 3 മിനിറ്റ് ഞാൻ അതിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഫസ്മിനയുടെ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിനകത്ത് കയറി കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഈ നിക്കാഹിന് മുന്നേ ഉള്ള ദിവസം ദിസ് ഗൈ ലിറ്ററലി കോൾ മീ ആൻഡ് ഇസ് ലൈക്ക്, നാളെ തൊട്ട് യു ആർ മൈ വൈഫ്, എനിക്ക് നിന്നെ എൻ്റെ വൈഫെന്ന് വിളിക്കാൻ പറ്റും. ഞാൻ എന്ത് ലക്കിയാണല്ലേ ഇത്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നിക്കാഹ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തതെന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു കുത്തലുണ്ട്, മനസ്സിലായോ? ഞാനിവിടെ എൻ്റെ ഇത് കൊടുക്കാം. ഞാൻ എന്തിനാണ് 2020 ഹോസ്പിറ്റലിൽ പോയത്. എനിക്ക് ഹൈപ്പർ ടെൻഷൻ വന്നാൽ എൻ്റെ തലയിൽ എനിക്ക് ടെൻഷൻ കൂടിയാൽ എൻ്റെ കണ്ണിനെ ബാധിക്കും. മീൻസ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും, എൻ്റെ കണ്ണ് ബ്ലറാവും, എനിക്ക് തലവേദന എടുക്കും, കഴുത്ത് അനക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോഴും എനിക്ക് കാഴ്ചയ്ക്ക് എനിക്ക് ഒരുപാട് ലോങ് ഒന്നും അധികം നേരം നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം സോ ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. ഞാൻ 2020 ഹോസ്പിറ്റലിൽ കോലഞ്ചേരി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായത് എനിക്ക് കണ്ണിന് അസുഖം വന്നിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ഭ്രാന്തോ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമോ ഒന്നും ഉണ്ടായിട്ടില്ല. 2020 പോയി, പിന്നെ 2025 ഈ സെയിം ഇഷ്യൂ വന്നിട്ട് ഞാൻ പോയി. സെയിം ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഷിബിലുള്ള ടൈമിലാണ് എനിക്ക് പിന്നെ ഇഷ്യൂ വരുന്നത്. 2020 കഴിഞ്ഞിട്ട് 21, 22, 23, 24, 25 5 വർഷം എനിക്ക് കണ്ണിന് പ്രശ്നം വന്നില്ല, എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല, എനിക്ക് മുന്നേ റിലേഷൻ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇവനായിട്ട് എന്ന് റിലേഷനായോ അന്ന് തുടങ്ങിയ കരച്ചില്ല എൻ്റെ ജീവിതത്തിൽ. അന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ലിറ്ററലി അന്ന് തൊട്ട് എൻ്റെ കണ്ണിന് എനിക്ക് നീര് വെച്ചിട്ടായിരുന്നിട്ടുണ്ട്, കരഞ്ഞ് കരഞ്ഞ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എങ്ങനെ 2025 ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു. കാറിലിരിക്കുക, ഇവൻ ഫുഡ് വാങ്ങാൻ പോയി, ഓർഡർ ചെയ്ത്. അപ്പോൾ എൻ്റെ ഫോണിലാണ് ഗൂഗിൾ പേ ചെയ്യുന്നത്, എൻ്റെ ഫോണായിട്ട് പോയി. ഇവൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുക. ഇവൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു കുറച്ച് പ്രായമായ സ്ത്രീയാണ്. സോ ഷീ വാസ് ലൈക്ക്, ഫസി ഉറങ്ങിയിട്ട് വീട്ടിലോട്ട് വാ, നെക്സ്റ്റ് വീക്കാന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് എന്തോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമെന്നോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ്, വീട്ടിൽ വാ. ഇത് കണ്ടതും എൻ്റെ മൈൻഡ് ബ്ലാങ്കായി. എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. കുറേ വീട്ടിൽ ഞാൻ പറഞ്ഞു,
കുറേ വീട്ടിൽ പറഞ്ഞു. എൻ്റെ ഉമ്മയൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവനിങ്ങനെ പറ്റിക്കല്ലേ.